ഇത്തവണ 400 സീറ്റ് നേടുമെന്നും ഭരണഘടന മാറ്റുമെന്നും രാജ്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും തകർക്കുമെന്നും അഹങ്കാരത്തോടു കൂടി പറഞ്ഞ പ്രധാനമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും ജയിച്ചു കയറാൻ വളരെയേറെ പാടുപെടേണ്ടി വന്നു എന്നതാണ് വസ്തുത. ഏതായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സുപ്രധാനമായൊരു ദിവസത്തെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അതുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിലെ ഇടതുമുന്നണി ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ കഴിയുന്നത്. ഇടതുമുന്നണിയെ ജനങ്ങൾ കൈവിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും UDF-ന് വിജയം ഉറപ്പിക്കാൻ കെ സുധാകരന് കഴിഞ്ഞുവെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഈ നാട്ടിലെ ഗവൺമെൻറ്റിനെതിരെയുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ്. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ കടുത്ത അമർഷമാണ്. നരേന്ദ്രമോദിയും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മിന്നുന്ന ഈ വിജയം. തീർച്ചയായും ഈ വിജയം അതിനിടയിൽ മറ്റൊരു കൗതുകമുള്ളവരും കൂടി നിതീഷ് കുമാറുമായി ഇന്ത്യ സഖ്യ നേതാക്കൾ ചർച്ച നടത്തി. ഉപപ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തു. ശരത് പവാറിന്റെ നേതൃത്വത്തിലാണ് നീക്കങ്ങൾ. ചില്ലറ കാര്യമല്ല. പുള്ളി പ്രധാനമന്ത്രി സ്ഥാനം ചോദിക്കും. അല്ല, അവിടുന്ന് പ്രധാനമന്ത്രി പദം കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. ഉപപ്രധാനമന്ത്രി ആയാലും ചില്ലറ കാര്യമല്ല. ബാർഗൈനിങ് പവർ വേണമെങ്കിൽ പ്രധാനമന്ത്രി ചോദിക്കാലോ. ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം ഉപപ്രധാനമന്ത്രി സ്ഥാനം ഒരുമിച്ച് പറ്റൂല്ലേ? 1558 വോട്ടിനാണ് ഇപ്പോൾ അടൂർ പ്രകാശ് വീണ്ടും മുന്നിലായിരിക്കുന്നത്. 1558 വോട്ടെണ്ണൽ തീരാറായല്ലോ അല്ലേ? ഓൾമോസ്റ്റ്. ആറ്റിങ്ങലിലെ വോട്ട് നേരത്തെ സമയമായില്ലേ പറഞ്ഞിട്ട്? എന്നാലും കുറെ ഒരു 3 ലക്ഷത്തിനടുത്ത് വോട്ടുണ്ട്. 3 ലക്ഷം വോട്ട് അല്ല 2 ലക്ഷത്തിനടുത്ത് വോട്ടുണ്ടായിരുന്നു അവിടെ. ആറ്റിങ്ങലാണ് വീണ്ടും ഒരു ത്രില്ലറായി നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ക്ലിയർ ആണ് അല്ലേ? ബാക്കി എല്ലാം ഏതാണ്ട് ക്ലിയർ ആണ്. ബാക്കി ഓൾമോസ്റ്റ് ഡൺ ആണ്, ഓൾമോസ്റ്റ് ഡീൽ ആവുകയാണ്. ഇപ്പൊ ആറ്റിങ്ങൽ മാത്രമാണ് ഇപ്പോഴും മാറി പറയുന്നത്. 1500 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം ഇപ്പോഴും പറയാൻ പറ്റില്ല. അതാണ് മാറി ആറ്റിങ്ങൽ ലീഡ് മാറ്റി മാറിയെന്ന് വേണേൽ സരിമാലിക്കുന്നത് വിളിച്ചാൽ നമുക്ക് ചോദിക്കാതെ എന്തായാലും. പക്ഷേ അവരെ കോള് ശരിക്കും കിട്ടത്തില്ലായിരിക്കും അല്ലേ? പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഈ 2 മണ്ഡലങ്ങളിൽ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അല്ലേ? പാലക്കാട് ചേലക്കരയും. ചേലക്കര അങ്ങോട്ട് പോവോ? ചേലക്കര ഏതാണ്ട് പോവും. ചേലക്കര ഉറപ്പിച്ചു. ആലത്തൂര് പിന്നെ 24,730. പക്ഷേ രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്ന് ഡൽഹിക്ക് ഇറങ്ങുമോ തിരുവനന്തപുരത്ത് ഇറങ്ങുമോ എന്നുള്ളതാണ്. അല്ല, ചേലക്കര ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.